ഇതിനു മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അനുഭവം എന്താ നമുക്കറിയാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സി അളന്നു മുറിച്ച് ക്രോസ് ചെയ്തിട്ട് ഹെഡ് ചെയ്യാൻ നേരത്ത് കരണ്ട് പോയ അനുഭവം കേരളത്തിലുണ്ട്. അപ്പോൾ ഫുട്ബോൾ പ്രേമികൾ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ടീം ജയിക്കണം, അതിന്റെ ഒരു ടെൻഷൻ ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ കളി കാണുമ്പോൾ എപ്പോഴാ കരണ്ട് പോകാന്നുള്ള ടെൻഷനും ഉണ്ടാവുന്നു. അതുകൊണ്ട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. 2 മനുഷ്യജീവൻ ഇതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടു. ഗൗരവമുള്ള പ്രശ്നമാണ്. ആ ഗൗരവത്തിൽ ഇതിനെ കാണണം. വൈദ്യുതി മന്ത്രിയുടെ ജോലി ചെയ്യണം. KPCC പ്രസിഡന്റിന്റെ ജോലിയല്ല ചെയ്യേണ്ടത്, വൈദ്യുതി മന്ത്രിയുടെ ജോലിയാണ് ചെയ്യേണ്ടത്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കാനാണ് മുഴുവൻ സമയവും KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വൈദ്യുതി മന്ത്രി സമയം ചെലവഴിക്കുന്നത്. ഇത് കാരണം വൈദ്യുതി വകുപ്പിന് ഒരു മന്ത്രി ഇല്ലാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം. ഇതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് മനുഷ്യരാണ്, ഈ നമ്മുടെ നാടാണ്. ഈ 10 കൊല്ലത്തൊന്നും ഇല്ലായിരുന്നല്ലോ. 10 കൊല്ലം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോൾ ഗൗരവമുള്ള പ്രശ്നമാണ്. വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. വളരെ സീരിയസ് ആയി വിഷയത്തെ മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കണ്ടിടപെടണം. അതാ പറഞ്ഞത്, ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയാണ്. സുപ്രീം കോടതിക്ക് മുമ്പുള്ള കേസുണ്ട്, അതിൽ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് വസ്തുത എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുൻകരുതലെടുക്കാൻ തയ്യാറായിട്ടില്ല. മിസ്മാനേജ്മെന്റ് വന്നു. ജൂലൈ 15-ന് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഗവൺമെന്റ് തന്നെ 9 രൂപ 2 പൈസക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി നൽകിയപ്പോൾ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രി പറയുന്നത് 10 രൂപയിലധികം പോലും യൂണിറ്റിന് വൈദ്യുതി കിട്ടാനില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണിയാശാനെ പല നിലയിലും പരിഹസിച്ചവരാണ് UDFന്റെ പല നേതാക്കന്മാരും. 2017-ൽ ഇതുപോലെ ഒരു ക്രൈസിസ് വന്ന ഘട്ടത്തിൽ മണിയാശാന്റെ ഇടപെടൽ, ഒരു വൈദ്യുതി മന്ത്രി എന്നുള്ള നിലയിൽ നടത്തിയ ഇടപെടൽ നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തു, ഗുജറാത്തുമായി ചർച്ച ചെയ്തു, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടു. ഈ ഗവൺമെന്റ് 2021-ലെ ഗവൺമെന്റ് 10 സംസ്ഥാനങ്ങളിലേക്ക് ആളെ വിട്ടു. അങ്ങനെയാണ് ചർച്ച ചെയ്ത് വിഷയം പരിഹരിച്ചത്. 10 കൊല്ലം മികച്ച മാനേജ്മെന്റായി മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് വൈദ്യുതി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും നേരല്ല. മുഖ്യമന്ത്രിക്ക് എതിരാണ് നേരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. അദ്ദേഹം ഇങ്ങനെ വാചക കസരത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പുറത്ത് വൈദ്യുതി മന്ത്രിയാണെങ്കിൽ KPCC പ്രസിഡന്റിന്റെ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്.